നീ എന്തിനാ ഈ കിണ്ടിയും കൊണ്ട് നടക്കുന്നത്? ഞാൻ എന്റെ ക്യാരക്ടർ ഒന്ന് രജിസ്റ്റർ ചെയ്തതാ. ഞാനാണ് മണിച്ചിരുത്താടിലെ സുധീഷ്. അപ്പൊ ഈ സൈക്കിളും കൊണ്ട് കിടക്കുന്ന ഞാൻ ഡോക്ടർ സണ്ണിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. ഇറ്റോയോ കേട്ടോ, കറക്റ്റാ. എപ്പോ കണ്ടാലും തിരിച്ചറിയും ഏത് നേരത്താണ് ഇയാളുടെ കൂടെ ഇറങ്ങി തിരിക്കാൻ തോന്നിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞു വല്ല ആട്ടോ വിളിച്ച് വന്നാൽ മതി. അന്റെ മുഖത്തൊക്കെ ഒരു ഒറ്റ ആട്ട് വെച്ചാന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. അയ്യോ കിതപ്പ്. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കിതപ്പായിരുന്നു? നമ്മൾ ടാക്സി വിളിച്ച് വന്നിരുന്നെങ്കിൽ ഇത്രയും പൈസ ആകത്തില്ല. ഇപ്പൊ നാരങ്ങ വെള്ളം കുടിച്ചതിന് തന്നെ എത്ര രൂപയെന്ന് അറിയാമോ? എനിക്കറിയാൻ മെലിഞ്ഞിട്ട് ഇത് എന്തോ ചെയ്യൂന്ന് പറഞ്ഞുകൂടാ. ചന്തു, നീ വീട്ടിൽ കിടന്ന് മിണ്ടാതിരിക്കുമല്ലോ, ഇവിടെ വരുമ്പോ നിനക്ക് ഇത്ര അലപ്പന്തറ. ആ വീട്ടിൽ ഞാൻ അങ്ങനെയാ പൂച്ചയെ പോലെ ഇരിക്കും. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ മഹാകൂറയാ. എന്റെ വായിന്ന് എന്തൊക്കെ വരുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞേക്കാം. ചന്തു, നമ്മൾ വിചാരിക്കും പോലെ അല്ല. നീ പാതിരാത്രിക്ക് 12 മണിക്കൊന്നും കയറി തെക്കിനിയുടെ ഭാഗത്തൂടെ നടക്കരുത്. അവിടെ കേട്ടൊരു ഒച്ച എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ മാതിരി ഒരു അലർച്ചയാ ഞാൻ കേട്ടത്. അതുകൊണ്ട് നീ ഇങ്ങനെ പാതിരാത്രി ഇറങ്ങി നടക്കരുത്. തെക്കിനിയുടെ ഭാഗത്ത് ഇന്നലെ എത്ര മണിക്ക്? രാത്രി ഒരു 12:30 മണിയായി കാണും. തെക്കിനിയുടെ ഏത് ഭാഗത്ത്? ഇടത്തെ ഭാഗത്ത്. ബാത്റൂമിൽ പോകാൻ സമ്മതിക്കത്തില്ല. അപ്പൊ നീയാണ് ഈ ആവശ്യമില്ലാത്ത ഒച്ചകൾ ഉണ്ടാക്കി കുടുംബത്തിൽ എല്ലാരും പേടിപ്പിക്കണം അല്ലടാ? ഇല്ലല്ല. അപ്പൊ നീയാണ് മാടമ്പിള്ളിലെ യഥാർത്ഥ ചിത്തരോഗി. എന്റെ അച്ഛനാണോ ചിത്തരോഗി? ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഇവിടെ തന്റെ ഒരു ഹിറ്റ് ഡയലോഗ് താൻ എപ്പോഴും പറയല്ലോ. എന്താണ് എന്താ ആരും സഞ്ചരിക്കാത്ത വഴി കൂടെ ഞാൻ സഞ്ചരിക്കും ഒരു പ്രാന്തനെ പോലെയെന്ന്. കറക്റ്റ് പ്രാന്തനാണ്. അതുകൊണ്ടാണ് ആരും സഞ്ചരിക്കാത്ത വഴി കൂടെ സഞ്ചരിച്ച് താണ്ടെ ഈ ചെയിനും പൊട്ടിച്ച് ഈ ഉച്ചപ്രാന്തം വെളുത്തി വിടാൻ നിൽക്കേണ്ടി വന്നത്. കളിയാക്കാതെ തനിക്ക് വല്ലതും അറിയാവോ? താൻ ഇതുവരെ ഏതെങ്കിലും പ്രായത്തെ ഒഴിപ്പിച്ചിട്ടുണ്ടോ? ചന്തു, നീ അമേരിക്കയിലെ ചിക്കാഗോ എന്ന് കേട്ടിട്ടുണ്ടോ? ചിക്കാഗോയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ചിക്കൻ ബിരിയാണി മേടിച്ചു തരാമോ? പറയണ്ട, നിനക്ക് എപ്പോഴും തിന്നണ കാര്യം മാത്രമേ ഉള്ളാടാ. എന്റെ ദൈവമേ, ഒരു വഴിക്ക് വിളിച്ചോണ്ട് വന്നിട്ട് ഒരു ആഹാരം മേടിച്ചു തരത്തില്ലെന്ന് പറഞ്ഞ എന്തൊരു ഘട്ടമാണോ? അമേരിക്കയിലെ സ്ഥലമാണത്. അവിടെ ഞാൻ എത്ര പ്രയത്നം ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നിനക്ക്? ഭയങ്കരമാണ്. അവിടെ മലയാളി പ്രയം പോലെയല്ല, ഇംഗ്ലീഷ് പ്രയത്നമാണ് ഞാൻ ഒഴിവാക്കിയത്. അറിയാമോ? എനിക്കറിയാം മലയാളി പ്രേതം ഇംഗ്ലീഷ് പ്രേതം തമ്മിലുള്ള വ്യത്യാസം. മലയാളി പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള സാരി കൊടുത്തോണ്ട് നടക്കും. ഇംഗ്ലീഷ് പ്രേതം ഫുള്ളി ബിക്കിനി. അതല്ലേ? അറിയാം. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്തോ ചെയ്യുന്നു. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതെങ്ങനെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ മേടിക്കും ഉറപ്പ്. തമ്പി എവിടെ കാണിച്ചേ? എടാ, വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ സംസാരിക്കത്തില്ല. ഒറ്റക്ക് സംസാരിച്ചാൽ മതി. എനിക്ക് സംസാരിക്കാൻ വയ്യ. സംസാരിച്ചോ. ഞാൻ തന്നെ സമാധാനം പറയണമല്ലോ. ഹലോ, എന്റെ മകൾക്ക് ഭ്രാന്തില്ല. സുഹൃത്തെ, നിങ്ങളെ മോക്ക് ഭ്രാന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ വീണ്ടും വിളിച്ച് പറയണതിനാണ്. അങ്ങനെ തുടങ്ങിയാലേ എനിക്ക് ആ ടോണ് കിട്ടൂ. അതുകൊണ്ടാ തുടങ്ങിയത്. എന്റെ മകൾ അല്ലി, അവൾക്ക് ട്യൂഷൻ ഉണ്ട്. എത്രയും പെട്ടെന്ന് ആ സൈക്കിള് വീട്ടിലോട്ട് കൊണ്ടുവരണം. അയ്യോ, നമ്മൾ വേറൊരു കാര്യമായിട്ട് നിൽക്കുകയാണ്. സൈക്കിൾ കുറച്ച് താമസിച്ചേ കൊണ്ടുവരാൻ പറ്റൂ. ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് സൈക്കിൾ കൊണ്ടുവരണം. ട്യൂഷൻ എവിടെയാ? വീട്ടിലാണ്. വീട്ടിൽ ട്യൂഷൻ ഉണ്ട്. സൈക്കിളും തരുന്നു. സൈക്കിൾ പഠിപ്പിക്കാനാണ് മാഷ് വരുന്നത്. അപ്പോ സൈക്കിൾ ഇല്ലാതെ JCB കൊണ്ടിരുത്തി പഠിപ്പിക്കാൻ പറ്റുമോ? താനാരുവാ? ഞാൻ കൊണ്ടുവരാം. സമാധാനപ്പെട്ട് നില്ല്. ആയിക്കോട്ടെ. സൈക്കിൾ കൊണ്ട് അല്ല നിന്റെ അച്ഛൻ പറയണം. എന്റെ ദൈവമേ, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അച്ഛൻ അറിഞ്ഞ ഇത് പ്രശ്നമാവും. എന്നെ പുളി വെറുതെ കെട്ടിട്ട് തല്ലി ഞാനിനി എന്തോ ചെയ്യും? എന്ത് പറ്റി കിണ്ടി? കിണ്ടി മൊത്തം പോയി. അയ്യോ, എവിടെ നോക്കിയാണോ സൈക്കിൾ ഓട്ടുന്നത്? സോറി, ബ്രേക്ക് ഇല്ലായിരുന്നു. എന്റെ പൂട്ടിലാണ് തന്റെ ബ്രേക്ക് ഇരിക്കുന്നത്. എടാ, വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനെ. അയ്യോ, വെള്ളിയാഴ്ച ഇല്ലേ? അയ്യോ, അപ്പൊ വെള്ളിയാഴ്ച 2 സൈക്കിൾ പണിത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ വ്യാഴാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ് അവിടെ. എന്റെ ദൈവമേ, വന്നവനും നിന്നവനും ഒന്നും ബോധമില്ലേ? എടോ, വെള്ളിയാഴ്ച ഇല്ലെന്നല്ല പറഞ്ഞത്. അതായത് ഇത് കൊളോക്കിയലായിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞതാണ്. മനസ്സിലായോ? ഉളവാക്കി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് സൈക്കിൾ റെഡിയാക്കുന്ന ആള്. എത്രയും പെട്ടെന്ന് സൈക്കിൾ റെഡിയാക്കാൻ നമുക്ക് തിരിച്ചു പോവാം. ചെന്ന് ചോദിച്ചോ. ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കേൾക്കും. എന്റെ ദൈവമേ, പുള്ളി അങ്ങ് പോയോ? കുഴപ്പമില്ല. അതെ, പുള്ളിക്ക് ഡോക്ടർ സണ്ണി ആരെന്ന് അറിയില്ല. ഡോക്ടർ സണ്ണി അല്ല, ഡോക്ടർ ചമ്മി. ചമ്മി നാറി പുഴുത്ത് നിൽക്കുവാണ് താനിപ്പോ ഇവിടെ. ഹലോ, അതെ, ഞാൻ പറഞ്ഞുതരാം. എനിക്കിന്ന് ആരാന്നറിയാവോ? അതെ ചേട്ടാ, അതല്ലത്. എനിക്കിന്ന് ആരാന്നറിയാവോ? അറിയത്തില്ലേ? 10 തലയാ. ബാക്കി 9 തലവും പണയം വെച്ചേക്കുന്നടാ. അതല്ലെന്ന്, 10 തലയുടെ ബുദ്ധിയുള്ള ആളാണെന്ന്. കസ്റ്റമർക്കാരായിരിക്കണം ദൈവമേ. ഹലോ, എന്റെ മകൾക്ക് ഭ്രാന്തില്ല. സുഹൃത്തെ, നിങ്ങളുടെ മകൾക്ക് ഭ്രാന്തില്ല. സമ്മതിച്ചു, ഞാനത് സത്യം പറയും. നിങ്ങൾ ആ സൈക്കിൾ ഇങ്ങ് കൊണ്ടുവരണം. ട്യൂഷൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യും. 3ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ അവിടെ എത്തിയിരിക്കും. ഞാൻ മദ്യപിക്കാറില്ല. മദ്യം വിൽക്കണ്ട, മേടിച്ചു വെച്ച് അടിച്ചോ. താനെന്താണോ ഇങ്ങനെ?
ഇങ്ങനെയൊക്കെ അല്ലേ തുടങ്ങുന്നത്, തുടങ്ങി വയ്ക്ക്. ഓ ശരി ശരി ശരി. എന്തോ പറഞ്ഞ എന്തോ പറഞ്ഞത്? സൈക്കിൾ കൊണ്ട് എല്ലാം എന്റെ ദൈവമേ, ഒരു കാര്യം ഞാൻ ഈ പുള്ളിയോട് എങ്ങനെയെങ്കിലും സംസാരിച്ചു. ശരിയാക്കടേ. അതെ, ആ സൈക്കിളിന്റെ ചെയിൻ ഒന്ന് പൊട്ടി. എവിടുന്നാ? താണ്ടാ ഈ വീലിന്റെ ഇവിടുന്ന് പൊട്ടിപ്പോയത്. എന്ത് സൈക്കിളിന്റെ ചെയിൻ? ചെയിൻ പൊട്ടിയ കാര്യമല്ല, നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചത്? മാടമ്പള്ളി. അയ്യോ, അപ്പൊ നിങ്ങൾ അച്ഛന്മാരാണ്? അയ്യോ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ പള്ളിന്നാന്ന് പറഞ്ഞു? അയ്യോ, പള്ളി മാടമ്പള്ളി, ഞങ്ങളുടെ തറവാട്ടിന്റെ പേരാണ് പറഞ്ഞത്. ഓ, ഇപ്പൊ എവിടെ പോണ്? ദേവൂര്. മാടമ്പള്ളി നേവൂരോട്ട് പോവാ രണ്ടും കൂടെ. ഇവിടെ 15 കിലോമീറ്റർ ഉണ്ട് ഇനി അവിടെ ഇവിടം വരെ പോകണമെന്ന്. എനിക്ക് വേറെ സൈക്കിൾ ഒരുപാടുണ്ട് നന്നായി കൊടുക്കാനായിട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാ പിന്നെ മോട്ടർ വല്ല സെറ്റ് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്? കുളം പറ്റിക്കാനാ? വളം പറ്റിക്കാനല്ല, സൈക്കിളിനകത്ത് ചവിട്ടാൻ വയ്യ, അതുകൊണ്ടാ. ചേട്ടാ പോടെ ഇറക്കാം അവിടെ, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ പോ. നീ ചവിട്ടോടെ? തന്നെ ഞാൻ ചവിട്ടും. താൻ ഇട്ടെടുത്തം കാരണമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഞാൻ സംസാരിക്കാം എങ്ങനെയെങ്കിലും. ചേട്ടാ, എന്തോ നാടാ, ആ സൈക്കിൾ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി തരാനായിട്ട് പറ്റുമോ? ഇപ്പൊ നടക്കത്തില്ല, എനിക്ക് 3-4 സൈക്കിൾ കൊടുക്കാനുണ്ട്. ഞങ്ങള് ആ ജംഗ്ഷന് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു മഞ്ഞ സാരി കൊടുത്ത ഒരു സുന്ദരി ചേച്ചി. ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സർക്കാർ വർക്ക്ഷോപ്പ് ഉണ്ടോന്ന്. ഉടനെ പറയുവാണ്, താണ്ട പാടത്തിന്റെ കരയില് സുന്ദരനായ ഫഹദ് ഫാസിലിന്റെ ലുക്കുള്ള ഒരു ചേട്ടൻ ഇരുന്ന് സൈക്കിൾ കച്ചവടം നടത്തുന്നുണ്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മനസ്സിലായോ? നിന്റെ സൈക്കിൾ ഏതാ? ഒന്നും പറയണ്ട. എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചിയെ വീട് സൈക്കിളെ പിടി. പെട്ടെന്ന്. അതെ, പുള്ളിയെ മനസ്സിലാത്തോണ്ടാണ് നിങ്ങൾ നേരത്തെ ചൂടായത്. ആരാണ്? അമേരിക്കയിലെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്. ചന്തു വേണ്ട. ആരാന്ന്? അമേരിക്കയിലെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്. അമേരിക്കയിലെ ഏറ്റവും നല്ല സൈക്കിൾ നന്നാക്കുന്നവനല്ലേ ഇവൻ? യോ, സൈക്കിൾ നന്നാക്കുന്നവരെന്നാണോ ഞാൻ പറഞ്ഞത്? സൈക്കോളജിസ്റ്റ്, അതായത് ഈ ഭ്രാന്തന്റെ ഭ്രാന്തില്ല, മറ്റേ നമ്മൾ ഈ മനോരോഗമായിട്ടുള്ള മനോരോഗം അല്ലെന്ന് എന്തോ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ പിന്നെ ഈ ഡോക്ടറല്ലേ, ഡോക്ടറാണ്. മനസ്സിലായോ? എന്നോടോ ദേഷ്യപ്പെടല്ലേ, ചുമ്മാ പറഞ്ഞതാണ്. ദേഷ്യപ്പെടരുത്, വേണ്ട. സുഹൃത്താണ്ടെ, ആവശ്യമില്ല എന്നെ കിടന്ന് വഴക്ക് പറയരുത് കേട്ടോ. ഞാൻ അത്ര വലിയ പ്രശ്നക്കാരൊന്നും അല്ല കേട്ടോ. പെട്ടെന്ന് ശരിയാക്കി. അങ്ങനെ ചൂടാവണമെങ്കിൽ സൈക്കിൾ നന്നാക്കുന്ന കാര്യമില്ലേ? നന്നാക്കിച്ചോ നിങ്ങൾ. എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. കാര്യം ഉണ്ടായിരുന്നു. അത് ഭ്രാന്താണെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെ. ഭ്രാന്താണെന്ന് പറഞ്ഞോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തോ ചെയ്യാനാണ്? അയാളെ ചെന്ന് എങ്ങനെങ്കിലും പറഞ്ഞ് റെഡിയാക്കാൻ നോക്കാം. അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞേക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ റെഡിയാക്കി തരാം. അതുകൊണ്ട് പേടിക്കാൻ. മറ്റാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ എന്റെ പൊന്നു ദൈവമേ, ആ ഒറ്റ ഡയലോഗിലാണ് ഞാൻ ഈ പാടത്തിന്റെ നടുക്കോ നിൽക്കുന്നത്. അയാളെ ചെന്ന് എന്തെങ്കിലും റെഡിയാക്കി തരാം. നിങ്ങൾ ഉറങ്ങുകയാണ്. എടാ, ഇവന്റെ കണ്ണി കുരുവാണ്. ഞാൻ ഉറങ്ങുകയാണ്, ഞാൻ കണ്ണും തുറന്നിരിക്കുകയല്ലേടാ ഞാൻ. എടാ, ഇവനെ വിളിച്ചോണ്ട് പോടാ ഇവനെ. എപ്പോഴാ ഉറങ്ങുന്നത്? ഞാൻ ചിലപ്പോ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് ചിലപ്പോ 1 മണിക്കൂർ ഉറങ്ങും. ചന്തു, 2 ഊണ് മേടിച്ചുണ്ടോ? ഊണ് കഴിച്ചാലേ ഉറങ്ങും. ഈ ഉച്ചപ്പൊട്ടന്മാരുടെ കൂടെയാണല്ലോ ദൈവം ഞാനും. ഇവിടെ ഊണ് എന്നെ കൊണ്ടൊന്നും വയ്യ ഊണ് മേടിക്കാനായിട്ട്. നീ വന്നേ, ഒരു കാര്യം ചെയ്യാം. അങ്ങോട്ട് പോ. നിങ്ങൾ മറ്റേ അമേരിക്കയിലൊക്കെ പോയിട്ട് മറ്റേ ഹിപ്നോട്ടിസവും കാര്യങ്ങളൊക്കെ പഠിച്ചെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഹിപ്നോട്ടിസം ചെയ്ത് ആ സൈക്കിൾ നന്നാക്കുന്ന ആളെ ഹിപ്നോട്ടിസം ചെയ്ത് നേരെ കൊണ്ടുവന്ന് ഈ സൈക്കിൾ നന്നാക്കുക. ഓക്കെ, എനിക്ക് ഏറെക്കുറെ പിടി കിട്ടി. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ വഴിയിലേക്ക് പോവാണ്. അപ്പോ ചെയ്യാൻ പോകുന്നത് യാദൃച്ഛികമായിരിക്കും. കേട്ടാ, ഉണ്ടാക്കരുത്. ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നടക്കൂല. അതല്ലേ പറഞ്ഞു. ഇങ്ങനെ ആദ്യമേ പറയണ്ട, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇങ്ങനെ കാണിച്ചില്ല. മിണ്ടാരി അവിടെ. ഇനി വേറൊരു ഐറ്റം ഉണ്ട് എന്റെ. ഇത് നോക്ക്, വാറ്റ് നല്ല സ്വയംഭ സാധനം. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ആരായാലും വന്ന് പണി ചെയ്യും. എന്തുവാടാ? നോക്കൂ, എന്ത് കുപ്പി കാണിച്ചിട്ടുണ്ട്? ഇത് നോക്കൂ, ഇത് എന്താ സാധനം നോക്കൂ. എന്ത് നല്ല വാറ്റാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ജോലി ചെയ്യാൻ പറ്റും. ഒന്നാണ് അഴിച്ചു നോക്കൂ. വാറ്റൊന്നും കാണിച്ചിട്ട് എന്നെ വളയ്ക്കാന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെ വാറ്റൊന്നും കണ്ട അങ്ങനെ ഞാൻ കളയുന്ന ആളൊന്നും അല്ല. പിന്നെ ഇതൊക്കെ നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു 2 സൈക്കിൾ ഞാൻ ഒരുമിച്ച് നന്നാക്കി തന്നേനെ. എടുക്ക് താനോ? നെല്ലിക്കായിട്ട് വാറ്റിയത്. തെങ്ങും പൂക്കില്ല. ഇത് നെല്ലിക്കായിട്ട് വാറ്റിയാണല്ലോടാ. താൻ പോടാ, താൻ സൈക്കിൾ മാത്രം ചെയ്തേക്കണം. ഇതിന്റെ നെല്ലിമ്പൂക്കല്ലാണ് വെച്ച് ചെയ്തേക്കണേ. എനിക്കോ? എനിക്കോ? തെങ്ങിന്റെ എനിക്കോന്ന് നിനക്ക് തന്നെ. നെല്ലിക്കാണോ? ഞാൻ പറഞ്ഞത് എനിക്ക് ചികിത്സിക്കാൻ അറിഞ്ഞൂടെ? എനിക്കറിയാതെ ഫോണോ കൊടുത്തില്ല. ഒറ്റ വലിക്ക് കുടിക്കുമോ അത്? നെല്ലിക്കായിട്ട് വാറ്റിയത് തന്നെ. അതെ. ഇനി ഈ സൈക്കിൾ റെഡിയാക്കി തരുന്നതിന് കുഴപ്പമില്ലല്ലോ. പെട്ടെന്ന് റെഡിയാക്ക്. അതല്ല, ആ സൈക്കിളല്ലേ ഈ സൈക്കിൾ റെഡിയാക്കി. അടിച്ചപ്പോ തന്നെ പിടുത്തോ. ചെയിൻ എവിടെ? ചെയിൻ എവിടെ? യോ, എന്റെ മൊട്ടക്കുട്ട അങ്ങോട്ട് ചെല്ലി. സൈക്കിൾ എന്താടാ? ഇതാണ് സൈക്കിൾ എന്ന്. ഇങ്ങോട്ട് വാ. തേങ്ങയൊന്നും ഇല്ല. റെഡിയാക്കാൻ. റെഡിയാക്കാൻ
ഇരുന്ന് റെഡിയാക്കും. അല്ല പിന്നെ ഇരിയെടാ അവിടെ. എന്ത് പറയാന്ന് പറഞ്ഞ അമേരിക്കയിൽ പോയി പഠിച്ചത് വാറ്റാനാണല്ലേ? നിന്റെ അച്ഛന്റെ പെട്ടി നിർത്തി വന്ന എന്നാലും പുള്ളിക്കാരൻ കറക്റ്റായിട്ട് ഇത് ചെയ്യുമല്ലോ. അണ്ണാ അണ്ണാ സൈക്കിൾ റെഡിയാക്കണമായിരുന്നു അണ്ണാ. ദേ പോണ്. അണ്ണാ സൈക്കിൾ റെഡിയാക്കരുതണ്ണ. എന്നെ വെള്ളമാണോ കലക്കി കൊടുത്തത്? തന്നോടോ ചോദിച്ചാൽ എന്തോ കലക്കി കൊടുത്തത്? ഇതെന്തോ പരിപാടിയാണോ ഈ കളിച്ചത്? ഇനി നമ്മൾ എന്ത് ചെയ്യും കിണ്ടി? ഞാനല്ല കിണ്ടി. താൻ കൊടുത്ത സാധനം അടിച്ച് കിണ്ടിയായിട്ട് കിടക്കുന്ന ഇവനാണ് യഥാർത്ഥ കിണ്ടി.